Hi friends, this is Danish from Danish AM7. Please subscribe my channel. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ആർക്കിടെക്റ്റും സിവിൽ എഞ്ചിനീയറും സ്ട്രക്ചറൽ എഞ്ചിനീയറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, കൂടുതൽ ആൾക്കാർക്കും ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ല. അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം. ആദ്യമായി ആർക്കിടെക്റ്റ് എന്നാൽ അദ്ദേഹത്തിൻ്റെ റോള് വരുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാനിങ്ങും ആൻഡ് ഡിസൈനിങ്ങും ആണ്. അതിനുശേഷം അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബിൽഡിങ്ങിൻ്റെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വ്യൂ, കൂടാതെ വെന്റിലേഷൻ, എയർ സർക്കുലേഷൻ, ലൈറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവർ വളരെയധികം ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നു. ഒരു ബിൽഡിങ്ങിനെ എത്രമാത്രം ലുക്സ് ആൻഡ് കംഫർട്ടബിൾ ആക്കാമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നു. ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് അവർ പ്ലാനുകളും എലിവേഷൻസും തയ്യാറാക്കി നൽകുന്നു. ആരാണ് ഒരു സിവിൽ എഞ്ചിനീയർ? സിവിൽ എഞ്ചിനീയർ ആർക്കിടെക്റ്റും സ്ട്രക്ചറൽ എഞ്ചിനീയറും തരുന്ന ഡ്രോയിങ് അനുസരിച്ച് എക്സിക്യൂഷൻ നടത്തുന്നു. ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന്റെ പാർട്ടാണ് സിവിൽ എഞ്ചിനീയർ. ഡ്യൂറബിലിറ്റി ആൻഡ് സ്ട്രെങ്ത്, ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത്തിലും എത്ര വർഷം നീണ്ടു നിൽക്കും എന്നതിലുമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കൂടാതെ ബിൽഡിങ്ങിന്റെ മെയിൻ്റനൻസ് അവർ ചെയ്യുന്നു. ബിൽഡിങ്ങിന്റെ ക്രാക്കുകൾക്കുള്ള പരിഹാരങ്ങൾ ഇതെല്ലാം നിർദ്ദേശിക്കുന്നു. ക്വാളിറ്റി കൺട്രോളും സൂപ്പർവിഷനും സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ്. ബിൽഡിങ്ങിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സിവിൽ എഞ്ചിനീയർ സഹായിക്കുന്നു. കൂടാതെ അതിലുള്ള പല ഡിപ്പാർട്ട്മെന്റാണ് സർവേ, QS, QC, QM എന്നിങ്ങനെ. സ്ട്രക്ചറൽ എഞ്ചിനീയർ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് തയ്യാറാക്കുന്നു. ആർക്കിടെക്റ്റിൽ നിന്നും ഡ്രോയിങ് സ്വീകരിച്ചതിന് ശേഷം സ്ട്രക്ചറൽ എഞ്ചിനീയർ ആ ബിൽഡിംഗ് ഭാവിയിൽ എന്തെല്ലാം ലോഡുകൾക്ക് വിധേയമാണ് ആ ലോഡുകളെ അവൻ കണ്ടുപിടിക്കുന്നു. ഉദാഹരണത്തിന് ഗ്രാവിറ്റി ലോഡ്, വിൻഡ് ലോഡ്, ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, സീസ്മിക് ലോഡ്, എർത്ത് പ്രഷർ, ടെമ്പറേച്ചർ, ട്രാഫിക് ഇങ്ങനെയുള്ള ലോഡുകളാണ് കണ്ടുപിടിച്ചതിനു ശേഷം ആ ബിൽഡിംഗ് ഭാവിയിൽ സേഫ് ആവാനും സ്റ്റെബിലിറ്റിയോട് കൂടി നിലനിൽക്കാനും എന്ത് ടൈപ്പ് എലമെന്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ഗ്രേഡ് കോൺക്രീറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് സ്റ്റീലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവൻ IS കോഡും ACI കോഡും രണ്ട് ഡിഫറെന്റ് കോഡുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്നു. വേഗത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ 2 വർഷം മുമ്പ് ചെയ്തൊരു പ്ലാൻ ഉണ്ട്. ഇത് ആർക്കിടെക്ചറൽ ഡ്രോയിങ് ആണ്. നിങ്ങൾക്ക് കാണാം കാർ പോർച്ച്, ബെഡ്റൂം, ഡൈനിങ്, ലിവിംഗ്, ബെഡ്റൂം, കിച്ചൺ ആൻഡ് ബെഡ്റൂം, ബാൽക്കണി ഇങ്ങനെയുള്ള ഡ്രോയിങ്സ് ആണ് ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ആർക്കിടെക്ട് റെഡിയാക്കി നൽകുന്നത്. ഇത് വീടിന്റെ പ്ലാനുകളാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിനും ചെയ്യാവുന്നതാണ്. പക്ഷേ മാസീവ് പ്രൊജക്റ്റുകളാവുമ്പോൾ, അപ്പാർട്ട്മെന്റ്സ്, ഫ്ലാറ്റുകൾ 20 നില, 22 നില ഇങ്ങനെയുള്ള ബിൽഡിങ്സ് ഒക്കെ ആവുമ്പോൾ നമുക്ക് ഒരു ആർക്കിടെക്റ്റിനെ സമീപിക്കാവുന്നതാണ്. ഇതാണ് ആർക്കിടെക്ചറൽ ഡ്രോയിങ്. ഇത് ഞാൻ തയ്യാറാക്കി നൽകിയതാണ്. 2 വർഷം മുമ്പ് ഒരു ക്ലയന്റിന് വേണ്ടി തയ്യാറാക്കി നൽകിയ ആർക്കിടെക്ചർ ഡ്രോയിങ് ആണ്. നിങ്ങൾക്കിത് കാണാവുന്നതാണ്. അടുത്തത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തരുന്ന ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങിൽ എവിടെ കോളംസ് ഫിക്സ് ചെയ്യണം, എവിടെ ബീംസ് പ്രൊവൈഡ് ചെയ്യണം, എത്ര സൈസുള്ള ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യണം, എത്ര തിക്നെസ് ഉള്ള സ്ലാബ് ഡിസൈൻ ചെയ്യണം എന്നുള്ളത് പൂർണ്ണമായും സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിനു വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കോഡുകളും റെഫർ ചെയ്ത് ബിൽഡിങ്ങിന്റെ എൻറ്റയർ വെയിറ്റ് കാൽക്കുലേഷൻ കണ്ടുപിടിക്കുക, ഇതൊക്കെയാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ ഭാഗമായി വരുന്നത്. ഇതും ഞാൻ അതേ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ ഡിസൈൻ ആണ്. ഇത് സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്തതാണ് ഒരു 2 വർഷം മുമ്പ്. എത്ര ഡെപ്ത് ഫൗണ്ടേഷൻ നൽകണം, ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ നൽകണം, അതിൽ എത്ര സ്റ്റീൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിങ്ങിന് കൊളാപ്സ് സംഭവിക്കാതെ, ഡിഫ്ലക്ഷൻ സംഭവിക്കാതെ ആ ബിൽഡിങ് ഭാവിയിൽ എത്ര കാലം നിലനിൽക്കും, ആ ബിൽഡിങ്ങിന്റെ എൻറ്റയർ വെയിറ്റ് കാൽക്കുലേഷൻ, ഇതെല്ലാം സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഈ ഡ്രോയിങ്സ് റെഡിയാക്കി നൽകുന്നു. ഈ ഡ്രോയിങ്സും നേരത്തെ കാണിച്ചു തന്ന ആർക്കിടെക്ചറൽ ഡ്രോയിങ്സും രണ്ടും സിവിൽ എഞ്ചിനീയറിന്റെ കയ്യിൽ കിട്ടുന്നതാണ്. സിവിൽ എഞ്ചിനീയർ അതനുസരിച്ച് എക്സിക്യൂഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഈ 3 പേരും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ നല്ലൊരു ബിൽഡിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കൂ. ചെറിയ ബിൽഡിങ്ങിന്റെ കേസിൽ ഒരു സിവിൽ എഞ്ചിനീയറിനോ ഒരു ആർക്കിടെക്റ്റിനോ റിസ്ക് എടുക്കാവുന്നതാണ്. എന്നാൽ മാസീവ് കൺസ്ട്രക്ഷനിൽ
3 പേർക്കും അതിൻ്റെതായ റോളുകൾ വഹിക്കാനുണ്ട്. ഇതാണ് ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് ആർക്കിടെക്ചറൽ ഡ്രോയിങ്. നിങ്ങൾക്ക് കാണാവുന്നതാണ് ബെഡ്റൂം, കിച്ചൺ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒരു ആർക്കിടെക്റ്റ് ഡ്രോയിങ്ങും ഇപ്പുറത്തുള്ളത് ബീം ലേഔട്ട് എന്ന് കാണിച്ചിരിക്കുന്നത് ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ്ങുമാണ്. ഇത് ഒരു വീടിൻ്റെ ഭാഗമായി ഡിസൈൻ ചെയ്തതാണ്. ഇതെല്ലാം ഒരു സ്ലാബ് ഡീറ്റെയിൽ ആണ്. ഇത് പൂർണ്ണമായും സ്ട്രക്ചറൽ ഡ്രോയിങ് ആണ്. ഇതിൻ്റെ ലോഡ് കാൽക്കുലേഷൻ അതുപോലെ ഇതാണ് സ്ട്രക്ചറൽ ഡ്രോയിങ്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു ബീം അനാലിസിസ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതാണ് സ്ട്രക്ചറൽ ഡ്രോയിങ്. ഇതെല്ലാം സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് ആണ്. കൂടാതെ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ബ്രിഡ്ജിൻ്റെ സ്പാൻ കണക്കാക്കി എത്ര ലോഡ് ആക്ട് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള സ്ലാബ്, അബട്ട്മെന്റ്സ്, പിയേഴ്സ് ആൻഡ് ഗ്രൈഡർ എല്ലാം റെഡിയാക്കി നൽകുന്നതിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ വളരെ വലിയ പങ്കുവഹിക്കുന്നു. ഇതാണ് അബട്ട്മെന്റ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബ്രിഡ്ജിനെ താങ്ങി നിർത്തുന്നത് അബട്ട്മെന്റ്സ് ആണ്. ഞാൻ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിൽ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. ആർക്കിടെക്റ്റിന് ITI മുതൽ ഡിപ്ലോമ, BArch, MArch, PhD എന്നിങ്ങനെ കോഴ്സുകൾ പഠിക്കാവുന്നതാണ്. അതുപോലെ അതിന് 2 വർഷം മുതൽ 8 വർഷം വരെ ഡ്യൂറേഷൻ ഉണ്ട്. സിവിൽ എഞ്ചിനീയർ ITI 2 വർഷം, ഡിപ്ലോമ 3 വർഷം, BTech 4 വർഷം, MTech ആൻഡ് PhD, MTech 6 വർഷവും PhD അതിനുശേഷവുമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആവാൻ BTechൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും MTech സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ആർക്കിടെക്ട് മെയിനായിട്ട് അവൻ ഫോക്കസ് ചെയ്യുന്നത് ബിൽഡിങ്സിലാണ്. ബിൽഡിങ്ങിൽ 3 ടൈപ്പ് ബിൽഡിങ്ങുകളുണ്ട്. ഒന്ന് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ. റെസിഡൻഷ്യൽ നമുക്കറിയാം, വീടുകളാണ് നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. കൂടാതെ ഫ്ലാറ്റ്, അപ്പാർട്ട്മെന്റ്സ് ഇതൊക്കെ ഇതിൽ പെടുന്നു. കൂടാതെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, മാളുകൾ ഇതിലെ കാറ്റഗറിയാണ്. എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്, സ്കൂൾ, പബ്ലിക് ബിൽഡിംഗ് ഇതൊക്കെ ആർക്കിടെക്റ്റാണ് ഇതിന്റെ പ്ലാനും എലിവേഷൻസും തയ്യാറാക്കി നൽകുന്നത്. സിവിൽ എഞ്ചിനീയർ എക്സിക്യൂഷൻ പാർട്ടിൽ വർക്ക് ചെയ്യുന്നു. അതിന്റെ കൺസ്ട്രക്ഷന്റെ ഭാഗമായി ഡാം, ബ്രിഡ്ജസ്, കൾവേർട്ട്, റോഡ്സ്, ബിൽഡിംഗ്, സ്റ്റീൽ സ്ട്രക്ചർ, ബിൽഡിംഗ്സ് ഇങ്ങനെയുള്ള എല്ലാ വർക്കിലും അവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഒരു ബാക്ക് ബോൺ ആയിട്ട്, വർക്കിന്റെ ബാക്ക് ബോൺ ആയിട്ട് സിവിൽ എഞ്ചിനീയർ പ്രവർത്തിക്കുന്നു. സ്ട്രക്ചറൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയറും ആർക്കിടെക്റ്റും വർക്ക് ചെയ്യുന്ന എല്ലാ മേഖലകളിലും അവൻ്റെതായിട്ടുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് തയ്യാറാക്കി നൽകുന്നു. കൂടാതെ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു. RT വാൾ ഡിസൈൻ, ഓവർഹെഡ് ടാങ്ക് ഡിസൈൻ, മാറ്റ് ഫൗണ്ടേഷൻ, അങ്ങനെയുള്ള ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻ, അങ്ങനെയുള്ള ഫൗണ്ടേഷനെ കുറിച്ച് പഠിച്ച് അതിലുള്ള ഡിസൈൻ തയ്യാറാക്കി നൽകുന്നു. ഒരു ആർക്കിടെക്റ്റ് ഫ്ലോറിംഗ് പാറ്റേണും വീടിൻ്റെ വാൾപേപ്പേഴ്സും കാര്യങ്ങളും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് നൽകുന്നു. കൂടാതെ വീടിൻ്റെ ഇന്റീരിയർ വർക്കായിട്ടുള്ള പ്ലംബിംഗ്, സാനിറ്ററി അറേഞ്ച്മെന്റ്സ് ഇതെല്ലാം ആർക്കിടെക്റ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. മെറ്റീരിയൽ കളർ കണ്ടുപിടിക്കുന്നതിനും എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ഭാഗങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിനും സ്പേസ് റെഡിയാക്കി നൽകുന്നതിനും നോയ്സ് ലെവൽ കുറയ്ക്കുന്നതിനും ആർക്കിടെക്റ്റിന്റെ ഡ്രോയിങ്സ് വളരെയധികം പ്രയോജനമാണ്. ഇവർ ബിൽഡിംഗ് കോഡ്സും ലോക്കൽ ബൈലാസും ആൻഡ് വിൻഡ് ഡയറക്ഷൻസും അവർ ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് പ്ലാനുകൾ തയ്യാറാക്കി നൽകുന്നു. ഒരു സിവിൽ എഞ്ചിനീയർ എക്സിക്യൂഷന്റെ ഭാഗമാണ്. അതിൽ തന്നെ പല കാറ്റഗറികളുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസിനും സ്കില്ലിനും അനുസരിച്ച് സൂപ്പർവൈസർ, സ്ട്രക്ചർ സൈറ്റ് എഞ്ചിനീയർ, പ്രോജക്ട് എഞ്ചിനീയർ, പ്രോജക്ട് മാനേജർ, ജനറൽ മാനേജർ ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലേക്കും നിങ്ങൾക്ക് പോകാവുന്നതാണ്. മെറ്റീരിയൽ കാൽക്കുലേഷൻ കണ്ടുപിടിക്കുന്നത് പൂർണ്ണമായും സിവിൽ എഞ്ചിനീയറിന്റെ ഉത്തരവാദിത്തമാണ്. ക്വാളിറ്റി കൺട്രോളും സൂപ്പർവിഷനും സൈറ്റിൽ സിവിൽ എഞ്ചിനീയർ നൽകുന്നു. സ്ട്രക്ചറൽ എഞ്ചിനീയർ ഇന്റീരിയർ ഡിസൈനിന്റെ ഭാഗമായി ഇൻവോൾവ് ആവുന്നില്ല.
എന്നാൽ ആർക്കിടെക്റ്റ് നൽകുന്ന ഡ്രോയിങ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ബീം, കോളം, ഫൂട്ടിംഗ് ഇതെല്ലാം സ്ട്രക്ചറൽ എഞ്ചിനീയർ നിർദ്ദേശിക്കുന്നു. ബിൽഡിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായി പല സജഷൻസും സൈറ്റ് എഞ്ചിനീയറിനും പ്രോജക്റ്റ് എഞ്ചിനീയറിനും സ്ട്രക്ചറൽ എഞ്ചിനീയർ നൽകുന്നു. ആർക്കിടെക്റ്റുമായി നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഇവർ IS കോഡും ബ്രിട്ടീഷ് കോഡും ACI കോഡും പല രാജ്യങ്ങളുടെ കോഡുകൾ അനുസരിച്ച് ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നു. ലോഡ് കാൽക്കുലേഷൻ കണ്ടുപിടിക്കുക, ഏരിയ ഓഫ് സ്റ്റീൽ, ഏരിയ ഓഫ് കോൺക്രീറ്റ്, ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ അഥവാ മണ്ണിൻ്റെ ബിൽഡിംഗ് താങ്ങാനുള്ള കഴിവ്, ഇതെല്ലാം സ്ട്രക്ചറൽ എഞ്ചിനീയർ അതിനെല്ലാം കുറിച്ച് പഠിക്കുന്നു. അതിനനുസരിച്ചുള്ള ഡ്രോയിങ്സ് റെഡിയാക്കി നൽകുന്നു. ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ആർക്കിടെക്ട്, ഓട്ടോക്യാഡ്, റിവിറ്റ്, സ്കെച്ചപ്പ്, 3ds Max, ആർക്കികാഡ് എന്നിങ്ങനെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ സിവിൽ എഞ്ചിനീയർ ഓട്ടോക്യാഡ്, എക്സൽ എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു. സ്ട്രക്ചറൽ എഞ്ചിനീയർ അതിൻ്റെ അനാലിസിസിൻ്റെ ഭാഗമായി ഓട്ടോക്യാഡ്, സ്റ്റാറ്റ് പ്രോ, ടാബ്, സാപ്പ്, എക്സൽ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നു. അവരുടെ എക്സ്പീരിയൻസ്, നോളേജ്, കമ്പനി, ഡിഗ്രി, പ്രൊഫഷണൽ എഫിഷ്യൻസി ഇതെല്ലാം ബേസ് ചെയ്താണ് ഇവരുടെ സാലറി വേരി ആവുന്നത്. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.